ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ്റെ ലിവർ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലല്പം പെരുംജീരകവും ഉലുവയും കൂടെ ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്കൊരു 10-15 ചെറിയുള്ളി, 15 10-25 ചെറിയുള്ളിയുണ്ട്. അതുകൂടി തൊലി കളഞ്ഞിട്ട് ഞാൻ ചതയ്ക്കാത്തതാണ്. 10-25 ചെറിയുള്ളി, സവാളയൊന്നും ചേർക്കുന്നില്ല, ചെറിയുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/4 കിലോ അടുപ്പിച്ചേ ഉള്ളൂ. കരളിൻ്റെ ബ്ലാക്ക് കളർ കറുത്ത ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ക്വാണ്ടിറ്റി കുറച്ചായതുകൊണ്ട് ഞാൻ എല്ലാം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ആ ഉള്ളിയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4-5 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത കരളിൻ്റെ പീസും ചേർത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. കുറച്ചേ ഉള്ളൂ, ഒരുപാട് കുക്കറിലൊരു 3-4 വിസിൽ കേട്ടാൽ മതി. നമ്മൾ ഇത് കരളിൻ്റെ ഈ ബ്ലാക്ക് കളറ് കുക്കറിലൊരു 3-4 വിസിൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ഹാർഡായി പോകും കരളിൻ്റെ പീസ്. കുറച്ച് മാത്രമേ കുക്കറിൽ വെച്ച് വേവിക്കാവൂ. അതിലേക്ക് ഞാൻ കരളിലേക്ക് ഒരു 1/2 സ്പൂൺ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റി അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെന്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മറ്റു മുളക് പൊടി മല്ലിപ്പൊടി ഇടാതെ ഇതിങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ കഴിക്കാനാണ്. ഇവിടെ എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴിക്കാനാണ്. കുക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഇടാതെ. അങ്ങനെ എടുത്തതിന് ശേഷം ബാക്കി കുറച്ച് ഭാഗം എടുത്ത് ഞാൻ വരട്ടിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പി വെച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കരൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇതിലും ഞാൻ അല്പമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി അല്പം ചേർത്താൽ മതി. കൂടുതൽ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചിയുടെ സ്മെല്ല് മുന്നിൽ നിൽക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് മറ്റ് ചേരുവകൾ ചേർക്കാം. ഇനി അടുത്തത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്ത് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ അതാണ് ആദ്യമേ ചേർത്തത്. മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ചേർത്താൽ മതി, അത് പെട്ടെന്ന് മൊരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒന്ന് റോസ്റ്റായി ഒന്ന് ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് ചേർത്തത്. ഒരു വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ അതിൻ്റെ പീസിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഇത് പൊടിയിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് 1/4 സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ആ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൊണ്ട് ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ മസാലപ്പൊടി ആദ്യം ചേർത്തതിന് ശേഷം അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷമേ തക്കാളി ചേർക്കാവൂ.
അപ്പോൾ നമ്മുടെ മസാല നല്ല ബ്രൗൺ കളറായി വരികയും ചെയ്യും, നന്നായിട്ട് റോസ്റ്റായി വരികയും ചെയ്യും. തക്കാളി ചേർക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് വഴറ്റിയെടുത്താൽ. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടി മാത്രമുള്ള ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ്, അത് കുറേശ്ശെ ഒഴിച്ചെടുത്ത് ഈ ഒരു മിക്സിങ് ഒന്ന് കുതിർത്ത് അത് എല്ലാ മസാലകളും ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കാം. ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയാണ് മാത്രം മതി. നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതല്ലേ. അല്പം ഒഴിച്ച് കൊടുത്തെടുക്കാം. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാൻ ലിവറിൻ്റെ പീസ് കുക്കറിൽ വെന്തത് ഞാൻ ഇതിലേക്കിട്ട വീഡിയോ എൻ്റെ അത് മിസ്സായിപ്പോയി. ഇപ്പോൾ അത് ലിവർ അതും കൂടെ കുക്കായി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് മാക്സിമം എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഈ വെള്ളം ഒന്ന് വറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. പക്ഷേ അതെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.